What is the fate of ammonia after biological nitrogen fixation in plants? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വഴിയുണ്ടായ അമോണിയ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചെടികളിൽ അവയുടെ ഫെയ്റ്റ് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോ വിശദമാക്കുന്നത്. They are being used for the amino acid synthesis. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ബേസിക് കാര്യങ്ങൾ പറയാം. എന്താണ് അമിനോ ആസിഡുകൾ? അമിനോ ആസിഡ്സ് ആർ ഓർഗാനിക് ആസിഡ്സ് കണ്ടെയ്നിങ് ബോത്ത് അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. വിവിധ തരത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് വിവിധ ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ ഉള്ളതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൽക്കഹോളിൽ OH, ആസിഡിൽ COOH, ആൽഡിഹൈഡ് CHO എന്നിങ്ങനെ വിവിധ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അമിനോ ആസിഡുകളിലുള്ള രണ്ട് പ്രധാന ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് അമിനോ ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും. അമിനോ ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും ഉള്ള ഓർഗാനിക് ആസിഡുകളാണ് അമിനോ ആസിഡുകൾ. ഇവിടെ തന്നിരിക്കുന്ന ഒരു അമിനോ ആസിഡിൻ്റെ ജനറൽ സ്ട്രക്ചർ ഒന്ന് നോക്കൂ. സെൻട്രലി ലൊക്കേറ്റഡ് കാർബൺ ആറ്റം ഉണ്ട്. ഒരു കാർബൺ ആറ്റത്തിന് 4 വാലൻസികൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 2 വാലൻസികളിൽ ഒന്ന് അമിനോ ഗ്രൂപ്പും മറ്റൊന്ന് കാർബോക്സിലിക് ഗ്രൂപ്പുമാണ്. അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പുമുള്ള കോമ്പൗണ്ടുകളാണ് അമിനോ ആസിഡുകൾ. ഈ ടിപ്പിക്കൽ അമിനോ ആസിഡ് സ്ട്രക്ചർ നോക്കൂ. സെൻട്രലി പ്ലേസ്ഡ് കാർബൺ ആറ്റത്തിൻ്റെ 4 വാലൻസികളിൽ ഒന്ന് ഹൈഡ്രജൻ ആറ്റം കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. മറ്റൊരു വാലൻസി R എന്ന സൈഡ് ചെയിൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. ആസ് യൂഷ്വൽ അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും ഉണ്ട്. ഇങ്ങനെ അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇതിൽ അമിനോ ഗ്രൂപ്പ് ബേസിക് സ്വഭാവമുള്ളതും കാർബോക്സിലിക് ഗ്രൂപ്പ് ആസിഡ് സ്വഭാവമുള്ളതുമാണ്. അമിനോ ആസിഡ്സ് ആർ പ്രോഡക്ട്സ് ഓഫ് നൈട്രജൻ അസിമിലേഷൻ. നൈട്രജൻ അസിമിലേഷൻ വഴി ഉണ്ടാകുന്ന പ്രോഡക്ട്സാണ് അമിനോ ആസിഡ്സ്. അമോണിയയുടെ ഭാവി. സാധാരണ ശാരീരിക പ്രവർത്തനം നടക്കുന്ന pHൽ അമോണിയ പ്രോട്ടോണിനെ സ്വീകരിച്ച് അമോണിയം അയോൺസ് ആയി മാറുന്നു. ഭൂരിപക്ഷം സസ്യങ്ങൾക്കും നൈട്രേറ്റും അമോണിയ അയോണും സാംശീകരിക്കാൻ കഴിയുമെങ്കിലും അമോണിയം അയോണുകൾ സസ്യങ്ങളെ വിഷലിപ്തമാക്കുമെന്നതിനാൽ അവ സസ്യങ്ങളിൽ ശേഖരിച്ചു വയ്ക്കപ്പെടുന്നില്ല. ഇൻ പ്ലാന്റ്സ് 2 methods of amino acid formation is present. They are reductive amination and transamination. എങ്ങനെയാണ് അമോണിയം അയോൺസ് ഉപയോഗിച്ച് സസ്യങ്ങൾ അമിനോ ആസിഡുകൾ നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സസ്യങ്ങളിൽ ഇത് പ്രധാനമായും 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് റിഡക്റ്റീവ് അമിനേഷൻ, 2 ട്രാൻസ് അമിനേഷൻ. ഒന്ന് റിഡക്റ്റീവ് അമിനേഷൻ. In reductive amination, organic acid reacts with ammonium ions in the presence of NADPH and dehydrogenase enzyme. Example, alpha ketoglutarate acid reacts with ammonium to form glutamic acid. In reductive amination, അതായത് നിരോക്സീകരണ അമിനേഷനിൽ അമോണിയ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഗ്ലൂട്ടാമിക് ആസിഡായി മാറുന്നു. ഈ പ്രവർത്തനങ്ങളെ താഴെയുള്ള സമവാക്യത്തിലൂടെ രേഖപ്പെടുത്താം. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് പ്ലസ് അമോണിയം അയോൺസ് പ്ലസ് NADPH gives glutamate or glutamic acid, വാട്ടർ മോളിക്യൂൾ ആൻഡ് NADP. ഇതിന് സഹായിക്കുന്ന എൻസൈമാണ് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഇതിൽ അസിഡിക് ഗ്രൂപ്പുള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിനോട് കൂടി അമോണിയം അയോൺസും ഒരു ഹൈഡ്രജൻ ഡോണറായിട്ടുള്ള NADPHും പങ്കെടുക്കുന്നു. ഈ റിയാക്ഷനെ ത്വരിതപ്പെടുത്തുന്നത് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന എൻസൈമാണ്. ഒന്നുകൂടെ വിശദമാക്കാം. Organic acid reacts with ammonia in presence of NADPH and dehydrogenase enzyme. ഉദാഹരണം നമ്മൾ കണ്ടത്
ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് റിയാക്ട്സ് വിത്ത് അമോണിയം. ഇവിടെ റിഡക്റ്റീവ് അമിനേഷൻ നടക്കുമ്പോൾ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് അമോണിയം അയോൺസുമായി പ്രവർത്തിച്ച് NADPHൻ്റെ സഹായത്തോടെ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന അമിനോ ആസിഡായി മാറുന്നു. ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജിനേസ്. നോക്കൂ, ഇതൊരു റിഡക്റ്റീവ് അമിനേഷൻ റിയാക്ഷനാണ്. അതായത് രണ്ട് പ്രോസസ്സുകൾ സംഭവിക്കുന്നു. റിഡക്ഷനും നടക്കുന്നു, അമിനേഷനും നടക്കുന്നു. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിനോട് കൂടി ഹൈഡ്രജൻ ആറ്റങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഹൈഡ്രജൻ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് NADPH എന്ന കോമ്പൗണ്ടാണ്. രണ്ടാമത്തെ പ്രോസസ്സ് അമിനേഷൻ എന്ന പ്രോസസ്സാണ്. ഈ അമിനേഷൻ എന്നാൽ അഡീഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ്. അത് സപ്ലൈ ചെയ്യുന്നത് അമോണിയം അയോൺസ് ആണ്. ഇവിടെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൻ്റെ കീറ്റോ ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്ത് C∪O ബ്രേക്ക് ചെയ്ത് ഓക്സിജൻ ആറ്റങ്ങൾ വാട്ടർ മോളിക്യൂൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നു. പകരം NADPHൽ നിന്നുള്ള ഹൈഡ്രജൻ ആറ്റവും അമോണിയത്തിൽ നിന്നുള്ള അമിനോ ഗ്രൂപ്പും ഈ കാർബൺ ആറ്റത്തോട് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. അതുവഴി ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് റിഡക്റ്റീവ് അമിനേഷൻ വഴി ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന മദർ അമിനോ ആസിഡ് ഓർ ബേസിക് അമിനോ ആസിഡ് ഉണ്ടാകുന്നത്. അങ്ങനെ റിഡക്റ്റീവ് അമിനേഷനിൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് റിഡക്ഷനും അമിനേഷനും സംഭവിച്ച് ദി ഫസ്റ്റ് അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാകുന്നു. നൗ ഡു യു നോ വെയർ ഫ്രം ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് NADPH and ammonium ions are getting into this reaction? That means the sources of these compounds for the reductive amination process. റിഡക്റ്റീവ് അമിനേഷനിൽ പങ്കെടുക്കുന്ന റിയാക്ടൻസിൻ്റെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ ഉറവിടം എന്താണ്? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഈസ് റെസ്പിറേഷൻ ആൻഡ് ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഇൻ Krebs cycle. NADPH is one of the end products of light reaction, and the ammonium ions is as a result of the biological nitrogen fixation. We know that this also ammonium ions is the biological nitrogen fixation. The source of alpha ketoglutarate acid is Krebs cycle in respiration. Krebs cycle നമ്മൾ പഠിച്ചപ്പോൾ അതിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടായിട്ടാണ് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടായിരുന്നത്. ഈ റെസ്പിറേറ്ററി പ്രോസസ്സിലുള്ള ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡാണ് പിന്നീട് അമിനോ ആസിഡുകൾ ഉണ്ടാകാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. മറ്റൊന്ന് NADPHൻ്റെ സോഴ്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് NADPH ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് റിയാക്ഷൻ്റെ സമയത്ത് നോൺ സൈക്കിൾ ഫോട്ടോഫോസ്ഫോറിലേഷൻ വഴി ഉണ്ടാകുന്ന രണ്ട് എൻഡ് പ്രോഡക്റ്റുകളിൽ ഒന്നാണ് NADPH എന്നുള്ളത്. ഈ NADPH ആണ് പിന്നീട് അമിനോ ആസിഡ് സിന്തസിസിലെ ഹൈഡ്രജൻ ഡോണർ ആയി ആക്ട് ചെയ്യുന്ന NADPH. The second method of amino acid synthesis is transamination. In this process, the amino group of one amino acid transfers to keto group of corresponding keto acid. Organic acids with the keto group C∪O are keto acids. Now we know that keto group is C∪O, amino group is NH2, alcohol group is OH, acidic group, acid group is COOH. ട്രാൻസ്അമിനേഷൻ ഒരു അമിനോ ആസിഡിൽ നിന്നുള്ള അമിനോ ഗ്രൂപ്പിനെ ഒരു കീറ്റോ ആസിഡിൻ്റെ കീറ്റോ ഗ്രൂപ്പുമായി വച്ചു മാറുന്നതാണ് ട്രാൻസ്അമിനേഷൻ. ഇങ്ങനെ അമിനോ ഗ്രൂപ്പായ NH2വിൻ്റെ കൈമാറ്റത്തിന് സഹായിക്കുന്ന പ്രധാന അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. പുതിയ നാമകരണ രീതി അനുസരിച്ച് ഗ്ലൂട്ടാമിക് ആസിഡിന് ഗ്ലൂട്ടാമേറ്റ് എന്നും പറയുന്നു. മറ്റ് അമിനോ ആസിഡുകൾ ട്രാൻസ്അമിനേഷൻ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്നു. ട്രാൻസ്അമിനേസ്
എന്ന രാസാഗ്നിയാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉൾപ്രേരകമായി പ്രവർത്തിക്കുന്നത്. Glutamic acid is the main donor to form 17 varieties by transamination. The enzyme related to this process is transaminase. For example, glutamic acid reacts with oxaloacetic acid. In presence of transaminase, it forms alpha-ketoglutarate acid and aspartic acid. ഗ്ലൂട്ടാമിക് ആസിഡിൽ നിന്നുള്ള അമിനോ ഗ്രൂപ്പ് ഓക്സലോ അസിറ്റിക് ആസിഡിൻ്റെ കീറ്റോ ഗ്രൂപ്പുമായി വച്ച് മാറി ഓക്സലോ അസിറ്റിക് ആസിഡിൽ നിന്ന് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡിൽ നിന്ന് അസ്പാർട്ടിക് ആസിഡ് എന്ന അമിനോ ആസിഡും ഉണ്ടാകുന്നു. ഇതാണ് ട്രാൻസ് അമിനേഷൻ. ഒരു അമിനോ ആസിഡിൽ നിന്ന് ഉള്ള അമിനോ ഗ്രൂപ്പ് ഉപയോഗിച്ച് മറ്റൊരു അമിനോ ആസിഡിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ് അമിനേഷൻ. റിഡക്റ്റീവ് അമിനേഷനിൽ അമോണിയം അയോൺസിൽ നിന്നുള്ള അമിനോ ഗ്രൂപ്പ് ഉപയോഗിച്ചാണ് പുതിയ അമിനോ ആസിഡ് ഉണ്ടാക്കിയതെങ്കിൽ ട്രാൻസ് അമിനേഷനിൽ ഓൾറെഡി ഉള്ള അമിനോ ആസിഡിൽ നിന്നുള്ള അമിനോ ഗ്രൂപ്പ് ഉപയോഗിച്ചാണ് പുതിയ അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത്. ഇനി അമൈഡുകളും യൂറൈഡുകളും എന്താണെന്ന് പറയാം. Amides are derivatives of amino acids in which the hydroxyl group is replaced by the amino group. Amides contain more nitrogen than amino acids and are structural part of most proteins. Two most important amides found in plants are asparagine and glutamine. They are transported to other parts of the plants through xylem vessels. Asparagine is formed from aspartic acid. Glutamine is formed from glutamic acid. Amides are formed from the amino acids by the replacement of hydroxyl part of amino acid by another amino radical. Asparagine, glutamin ഇവ പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകങ്ങളാണ്. രണ്ട് പ്രധാന അമിനോ ആസിഡുകളായ അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ് എന്നിവയിൽ മറ്റൊരു അമിനോ ഗ്രൂപ്പ് കൂടിച്ചേർന്നാണ് ഇവ ഉണ്ടാകുന്നത്. അമിനോ ആസിഡിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ മറ്റൊരു അമിനോ റാഡിക്കലുമായി വെച്ച് മാറുന്നു. അമൈഡുകളിൽ അമിനോ ആസിഡുകളേക്കാൾ കൂടുതൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ സൈലം വഴി സംവഹനം ചെയ്യപ്പെടുന്നു. യൂറിഡ്സ് ആർ ഓൾസോ derivatives of amino acids which contain more amount of nitrogen. The nodules of certain plants export the fixed nitrogen as urids along with the transpiration stream. ഇതുകൂടാതെ സസ്യസ്വേദനത്തിലൂടെ ചില സസ്യങ്ങളുടെ റൂട്ട് നോഡ്യൂൾസ് സ്ഥിരീകരിച്ച നൈട്രജനെ യൂറൈഡുകളുടെ രൂപത്തിൽ സ്ഥാനാന്തരണം നടത്തുന്നു. ഇത്തരം സംയുക്തങ്ങളിലും കാർബൺ അനുപാതത്തേക്കാൾ കൂടുതൽ നൈട്രജൻ കാണുന്നു. നോഡുലേറ്റഡ് ലെഗ്യൂം പ്ലാന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ടു ടൈപ്സ്, amide type and urid type, according to their nitrogenous compounds for transporting the fixed nitrogen to the shoot. ലെഗുമിനസ് പ്ലാന്റ്സിൽ ഏതു തരത്തിലുള്ള നൈട്രോജനസ് കോമ്പൗണ്ടുകളാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നതിനനുസരിച്ച് യൂറിഡ് ടൈപ്പ് ലെഗ്യൂംസ് എന്നും അമൈഡ് ടൈപ്പ് ലെഗ്യൂംസ് എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് ശേഖരിക്കുമല്ലോ. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ രാജു സയൻസ് വേൾഡ് ഫോർ more videos.